ഞാൻ ചോദിക്കുന്നത് ഒരു ഇന്ത്യ മുന്നണിയെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി എന്നുള്ള നിലയിൽ കാണുന്നില്ലേ? ഇപ്പോൾ ഫാസിസത്തിനെതിരെയുള്ള ഐക്യ മുന്നണി പണ്ട് ദിമിത്രോവ് തീസിസ് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഫാസിസത്തെക്കുറിച്ചുള്ള CPM-ന്റെ കാഴ്ചപ്പാട് ഫാസിസ്റ്റിക് ടെൻഡൻസീസ് എന്ന് മാറിയത് തന്നെ ഫാസിസത്തിനെതിരെയുള്ള ഐക്യ മുന്നണി ഒഴിവാക്കാനാണെന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഐക്യ മുന്നണി വേണ്ട എന്നുള്ള ഒരു ഖണ്ഡിതമായ നിലപാട് പാർട്ടിക്കുണ്ടോ? എൻ്റെ സുഹൃത്തെ, ഈ ഫാസിസം, നവഫാസിസം, ആ പ്രയോഗങ്ങളുടെ പേരിൽ തർക്കിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം നവഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും ഫ്രാങ്കോയുടെയും കാലഘട്ടത്തിലെ ഫാസിസം ഇന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വിശദീകരിക്കാനുള്ള പേരാണ് നിയോ ഫാസിസം അല്ലെങ്കിൽ നവഫാസിസം. നവഫാസിസം എന്ന് പറയുമ്പോൾ ഫാസിസത്തിൻ്റെ കാഠിന്യമില്ല എന്നല്ല. ഇന്ന് ഫാസിസം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഇത് ഉംബർട്ടോ ഇക്കോയെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതി. ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, മോഡി ഫാസിസ്റ്റ് ആണോ എന്നുള്ളതല്ല ഇന്നത്തെ ചോദ്യം. അതാർക്കും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എമ്പുരാനോട് മോഡിയും സംഘപരിവാറും RSS എടുത്ത സമീപനത്തിൽ നിന്ന് വ്യക്തമാണ്. മോഡി ഫാസിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം ഒന്നാണ്. ഇന്ത്യ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന് കീഴിലായിട്ടുണ്ടോ എന്നതാണ് CPM ഉന്നയിക്കുന്ന ചോദ്യം. ഇന്ത്യ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന് കീഴിലാണെങ്കിൽ എൻ്റെ സുഹൃത്തെ, നമ്മൾ തമ്മിൽ ഈ അഭിപ്രായം ഇവിടെ വെച്ച് നടക്കില്ല. അതൊരു സാങ്കേതിക പൊളിറ്റിക്കൽ ടെർമിനോളജിയിൽ ഫാസിസം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ചാൽ നോക്കുമ്പോൾ ഭരണകൂട സംവിധാനങ്ങളെല്ലാം കോംപ്രമൈസ്ഡ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രയും വീക്കാണ്, ഫോർത്ത് എസ്റ്റേറ്റ് വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി എന്നുള്ള നിലയിൽ ഫാഷിസം ഉപയോഗിക്കാൻ CPM തയ്യാറാവുന്നില്ലേ? മോഡി ഫാഷിസ്റ്റ് ആണെന്നുള്ള ഒറ്റ വാചകം പറയാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് പറ്റുമോ? അല്ല, ഇവിടെ എനിക്ക് വളരെ ലളിതമായി വ്യക്തമാക്കാനുള്ളൊരു കാര്യം, ഏത് വാക്കുപയോഗിക്കുന്നു, എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതിനകത്തെല്ലാം എല്ലാ കാലത്തും വ്യത്യസ്ത സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചിന്തകൻ ഇതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതെല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. സ്വീകരിക്കുന്നവരുണ്ടാവും. ആ സംവാദം തുടരട്ടെ. പക്ഷെ പ്രായോഗികമായി നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് ഇന്ത്യയിൽ നടത്തുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിന് അണിനിരത്തേണ്ടവരെല്ലാം അണിനിരത്താനുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കണോ? അങ്ങനെ ഏറ്റെടുക്കണമെങ്കിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എന്താ ചെയ്യേണ്ടത്? CPM ആണോ അവിടെ? CPM മത്സരിച്ചു. അല്ല, CPM മത്സരിക്കുന്നത് അവിടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതിനിടയാക്കുന്ന ഒരു സംഭാവനയും നൽകില്ല എന്ന് ഞാൻ കുത്തവ് ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. അത് പറയും. പക്ഷെ എന്റെ ചോദ്യം നിയോ ഫാസിസമാണോ ക്ലാസിക്കൽ ഫാസിസമാണോ എന്നായിരുന്നില്ല, ഐക്യമുന്നണി വേണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ സംവിധാനമാണല്ലോ ഇപ്പൊ തമിഴ്നാട്ടിൽ നിലവിലുള്ളത്. അതുപോലൊരു സംവിധാനം എന്തുകൊണ്ട് ഡൽഹിയിൽ നിലവിലില്ല എന്നതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? CPM ആണോ അതോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണോ? ആം ആദ്മി പാർട്ടി വരുന്ന ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്നൊരു സമീപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയാൽ എന്താണ് ഫാസിസം എന്ന് തന്നെ കോൺഗ്രസ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിർവചനം നടത്തിയതായിട്ടോ ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രേഖ തയ്യാറാക്കിയതായിട്ടോ എനിക്കറിഞ്ഞുകൂടാ. ഈ ഫാസിസത്തെക്കുറിച്ചും നവഫാസിസത്തെക്കുറിച്ചും നമ്മൾ തർക്കിക്കുമ്പോൾ എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ സ്ത്രീയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ എന്ന് ശ്രീ ഖാർഗെയോടോ ശ്രീ KC വേണുഗോപാലിനോടോ ശ്രീ രാഹുൽ ഗാന്ധിയോടോ താങ്കളെപ്പോലുള്ളവർ ചോദിക്കണം. എന്നിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. ഇപ്പോൾ CPI-ML-ന് ഒരു അഭിപ്രായമുണ്ട്. ഇന്ത്യൻ ഫാസിസമാണ് ഇന്ത്യയിൽ എന്നാണ് അവർ പറയുന്നത്. CPI-ക്ക് ഒരു നിലപാടുണ്ട്, CPIM-നൊരു നിലപാടുണ്ട്. എന്നാൽ ഈ മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സൂക്ഷ്മമായ വിശകലനത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പിന്തുടരുമ്പോഴും ഇന്ത്യയിൽ ഈ മൂന്ന് പാർട്ടികളും അതിന് പുറമേയുള്ള ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് അടിയന്തരമായി കൈവരിക്കേണ്ട രാഷ്ട്രീയമായിട്ടുള്ള കടമ നരേന്ദ്രമോദിയും കൂട്ടരെയും ഭരണത്തിൽ നിഷ്കാസനം ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു തർക്കവും. അതിൽ കോൺഗ്രസിന്റെ റോൾ എന്താണ്? ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള സമീപനത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കോൺഗ്രസിനോടുള്ള സീതാറാം യെച്ചൂരിയുടെ സമീപനത്തെ യെച്ചൂരി ലൈൻ എന്നും കാരാട്ടിന്റെ സമീപനത്തെ കാരാട്ട് ലൈൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിലൊരു MA ബേബി ലൈൻ എന്താണ് കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ? ഒന്ന്, ഈ കാര്യങ്ങളിൽ പാർട്ടിയുടെ PBയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്ന ലൈനാണ്. പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു വരും. അതിന് അത്തരത്തിൽ വളരെ ജനാധിപത്യപരമായ ചർച്ച നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. സാധാരണ പാർട്ടി അംഗങ്ങൾക്ക് വരെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിന് ഭേദഗതി എഴുതി അയക്കാം.
പാർട്ടി കോൺഗ്രസിൽ അതിന് വിശദീകരണം നൽകും. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അവ്യക്തതയുമില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഭരണമാണെന്ന് അധികം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഫാസിസം സ്ഥാപിതമായി കഴിഞ്ഞു എന്ന് വാദിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവർ പരസ്യമായിട്ടത് പറയുകയാണ്. പരസ്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഫാസിസം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ തെളിവ്. ശരി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സംഭാവന ഉണ്ടാകേണ്ടതുണ്ട്. കാരണം CPM ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും BJPക്കെതിരായ പോരാട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ അതിനെ ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ BJP വിരുദ്ധ പോരാട്ടം സാധ്യമാകില്ല എന്നൊരു വൺ ലൈനായി ചുരുക്കിക്കോട്ടെ, അങ്ങനെ പറ്റുമോ? കോൺഗ്രസ് BJPക്കെതിരായ പോരാട്ടം നയിക്കാൻ സ്വയം അർഹതയും ശേഷിയും നേടണം എന്ന ഓൺലൈൻ നിങ്ങൾക്ക് കൊടുക്കാം.